ജെസി ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തൊരു പ്രോട്ടീൻ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ സോയാബീനാണ്. അന്നും ഞാൻ പറഞ്ഞായിരുന്നു പ്രോട്ടീൻ ഫുഡാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഞാൻ പ്രോട്ടീൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് സാറ്റർഡേ വൈകിട്ട് ഞാൻ ഫ്രീ ആണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് പ്രോട്ടീൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ മേടിച്ച ചിക്കനാണ് മേടിച്ചത്. അപ്പോൾ ചിക്കനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ചിക്കൻ ഫുള്ളായിട്ട് മേടിക്കുമ്പോൾ അധികം പ്രോട്ടീൻ കിട്ടത്തില്ല. ലെഗിനും അതുകൊണ്ടൊക്കെ തന്നെ അതർ പാർട്സിനും നെക്കിനും ഒന്നും അധികം പ്രോട്ടീൻ കിട്ടില്ല. ഈ ചിക്കൻ്റെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഒരു പാർട്ടാണ് ചിക്കൻ ബ്രസ്റ്റ്. ചിക്കൻ ബ്രസ്റ്റിന് നമ്മൾ മാക്സിമം ഒരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിന് 31 to 32 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അത് പറയുന്നെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 28 ഗ്രാം പ്രോട്ടീനും കിട്ടും ചിക്കൻ ബ്രസ്റ്റ് 100 ഗ്രാമിന്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, ചിക്കൻ ബ്രസ്റ്റ് അങ്ങ് മേടിച്ച്. ഇവിടെ UAE നല്ല വിലയാണ്, എന്നാലും ഞാൻ കുഴപ്പമില്ല, ചിക്കൻ ബ്രസ്റ്റ് അങ്ങ് മേടിച്ച്. പിന്നെ വൈകിട്ട് ഒന്ന് കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഒന്നുകൂടെ പറയുകയാണ്, ചിക്കൻ്റെ പ്രോട്ടീൻ വരുന്നത് 100 ഗ്രാമിന് 31 to 32 പ്രോട്ടീൻ വരും. അതിൻ്റെ കലോറീസ് വരുന്നത് 125 കലോറീസ് വരും. അതിൻ്റെ ഫാറ്റ് വരുമ്പോഴത്തേന് 3 to 5 ഫാറ്റേ ഉള്ളൂ, അധികം ഫാറ്റ് ഒന്നുമില്ല, 3 to 5. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ചിക്കൻ ബ്രസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ കാർബില്ല, പ്യുവറായിട്ടുള്ള പ്രോട്ടീനും കിട്ടും, അതിനോട് കലോറീസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് അധികം നമ്മൾ കാർബില്ല. ഇപ്പം ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, എല്ലാം മിക്സ് ചെയ്ത് റൈറ്റുക. ഇത് പ്രോട്ടീൻ കണ്ടന്റ് ഫുഡ് ആണെങ്കിൽ തന്നെയും ഞാൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന രീതിയിലുള്ള എന്ന് വെച്ചാൽ നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കുന്ന രീതിയിൽ കറിയായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. നമ്മളിപ്പം ഞാൻ സാധാരണയായിട്ട് ചിക്കൻ ബ്രസ്റ്റ് വെച്ച് ഇങ്ങനെ പ്രോട്ടീൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫുള്ള് ചിക്കൻ ബ്രസ്റ്റും എടുത്ത് കുക്കറി ഇട്ടിട്ട് അതിനോട് കുറേ മഞ്ഞൾപ്പൊടി, കുരുമുളക്, സ്വല്പം ഉപ്പ്, പിന്നെ മല്ലിയില എല്ലാം ഇട്ട് പുഴുങ്ങി കഴിക്കുക. അതിന് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് നല്ല പ്രോട്ടീൻ കിട്ടും, കറക്റ്റ് പ്യുവർ പ്രോട്ടീൻ നമുക്ക് കിട്ടുമത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഇത് കഴിക്കുന്നത്, എൻ്റെ കൂടെ വേറെ ആളുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടെ ഷെയർ ചെയ്യണം ഫുഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഫുഡൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ എന്ന രീതി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല, അദ്ദേഹം ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ കറി വെക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും, പിന്നെ അതുപോലെ തന്നെ മുളകെല്ലാം അരച്ചിട്ട് നമ്മൾ എണ്ണയിട്ട് വറുത്ത് നമ്മൾ ചൂടായി വരുമ്പോഴത്തേന് അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടായി വരുമ്പോഴത്തേന് പിന്നെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് അങ്ങോട്ട് ഇടുക, പിന്നെ വഴറ്റി അങ്ങ് എടുക്കുക, പിന്നെ കുരുമുളക്, പിന്നെ മസാല എല്ലാം ആഡ് ചെയ്താണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ